എന്നെ ഒഴിഞ്ഞു മാറുന്നതിന്റെ രഹസ്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ്? രാജു മീനെ നോക്കിയ നോട്ടമുണ്ടല്ലോ, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഞാനും ഒരു സ്ത്രീയാണ്. പ്രിയ വെറുമൊരു നോട്ടത്തിൽ നിന്ന് വളരെയധികം കണ്ടുപിടിച്ചല്ലോ. വലിയ ഡോക്ടർ തന്നെ. ഞാൻ സംസ്കാരമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ സംസാരിക്കുന്നത് സംസ്കാരമില്ലാത്തൊരു സ്ത്രീയെ പോലെയാണ്. നിങ്ങൾക്ക് സംസ്കാരമുണ്ടായിരുന്നെങ്കിൽ ഉറ്റ സ്നേഹിതൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ മോഹിക്കില്ലായിരുന്നു. പ്രിയേ, അരിശം വരുന്നല്ലേ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കൂ, ഇതെല്ലാം ശരിയാണോന്ന്. ഇത്രയും മിടുക്കും മീനയ്ക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താണ് പ്രിയ പറയുന്നത്? ഞാൻ എത്രയോ വർഷങ്ങൾ ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്തത് എത്ര പെട്ടെന്നാണ് മീന നേടിയത്. മിടുക്കി തന്നെ. മനസ്സിലായില്ല അല്ലേ? എത്ര പെട്ടെന്നാണ് നീ രാജുവിനെ വശീകരിച്ചു കളഞ്ഞത്. പ്രിയേ, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രാജുവിന്റെ നോട്ടം ഞാനും കണ്ടു. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെന്നാണോ വിചാരിച്ചത്? നീ പഠിച്ചവളാണ്, അറിവുള്ളവളാണ്. അന്തസ്സില്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്. അന്തസ്സിനെ പറ്റി നീ എന്നെ പഠിപ്പിക്കണമെന്നില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞൊരു പെണ്ണ് മറ്റൊരു പുരുഷനെ വലവീശുന്നത് ഏതായാലും അന്തസ്സുള്ള പ്രവൃത്തിയല്ല. പ്രിയേ, അനാവശ്യം പറയരുത്. മീനിയും പ്രിയയുടെ അവർ മുറിയിലുണ്ട്. ഇല്ല, ഇനി ഇത് മറച്ചു വെക്കാൻ ഞാൻ അനുവദിക്കില്ല. വിനോദിയേട്ടൻ കൂടി അറിയണം. മീന, എന്താണ് ഈ ബഹളം? ഓ, എനിക്ക് മനസ്സിലായി. എന്റെ രോഗത്തെ പറ്റിയുള്ള ചർച്ചയായിരിക്കും. സാരമില്ല, എനിക്കതേപ്പറ്റി പരാതിയില്ല. പിന്നെ നിങ്ങളതിന് തമ്മിൽ വഴക്ക് കൂടുന്നു. പ്രിയ വീട്ടിൽ പോകൂ. മീനെ, ഞാനൊരു മുൻകോപിയാണ്. രാജു നിന്നെ നിഷ്കളങ്കമായി നോക്കിയത് പോലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ സത്യം നീ അറിയണം. ഞാനൊരു കൊലപാതകയാണ്. ഞാനൊരു കൊലപാതകയാണ്. ഞാനൊരു കൊലപാതകയാണ്. ഈ സമയത്ത് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മീനെ, ഞാൻ നിന്നെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ന് രാവിലെ നീ വിവാഹസാരി അണിഞ്ഞു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നീ എന്റെ പഴയ വാനമ്പാടിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കൂ. രാജു, ഞാൻ പഴയ വാനമ്പാടിയല്ല. ഇനിയും അങ്ങനെ കരുതിയാൽ എന്റെ ഭാവം മാറും. രാജു, ചേട്ടനെ ഇനിയും വഞ്ചിച്ചൂടാ. നമ്മുടെ രഹസ്യം ചേട്ടനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഇനിയും ഇത് മറച്ചു വെക്കാൻ സാധിക്കില്ല. അരുത് മീനെ, ഒരിക്കലും അരുത്. നീ അത് പറയരുത്. വേണമെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. ഇനി വൈകിപ്പോയി. രാജുവിനും ഒരു ജീവിതം വേണം. രാജു പ്രിയയെ വിവാഹം കഴിക്കണം. ഞാൻ വിവാഹം കഴിക്കേണ്ട പെണ്ണിനെ നീ തന്നെ നിർദ്ദേശിക്കുക. കൊള്ളാം. ഞാൻ കാര്യമായി പറയുകയാണ്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ ഒരു വഴിയുള്ളൂ. രാജു നല്ലപോലെ ആലോചിക്കും.
എന്റെ 2 കൈകളാണ്. സാറിന് ചിരിക്കാം, പക്ഷെ സാറ് ചിരിക്കുമ്പോ നാട്ടുകാരും ചിരിക്കുമെന്നുള്ള കാര്യം ഓർത്തോളണം. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ അന്യപുരുഷന്റെ കൂടെ വിടുന്നത് ശരിയാണോ? പണ്ടേ എസ്റ്റേറ്റിൽ അവരെ പറ്റി പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ലോ ക്ലാസ്സാ, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ലോ ക്ലാസ്സുകാർ ഇത് നേരത്തെ അറിയും. അറിഞ്ഞാൽ മുളയിലെ നുള്ളുകയും ചെയ്യും. ഹൈ ക്ലാസ്സിൽ ലോകം മുഴുവൻ ചിരിക്കുന്നത് വരെ ഇത് തുടരും. അവസാനമായിരിക്കും നിങ്ങൾ ഇത് അറിയുന്നത്. രാജു, അന്ന് ബാബു, ഇന്ന് ചേട്ടൻ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. അതെ, ആകെ ഒരു മുഷിപ്പ് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു ഉല്ലാസയാത്ര പോയാലോ? നല്ല കാര്യം, പോകാമല്ലോ. ഊട്ടിയിലേക്ക് പോകാം, ഇതാണ് സീസൺ. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ കണ്ടു കണ്ട് മടുത്തു. മരണപ്പാറ എന്നൊരു സ്ഥലമുണ്ട്, പേര് കേട്ട് ഭയപ്പെടണ്ട. അതിമനോഹരമായ സ്ഥലം, കടൽ തീരമാണ്. ഞാൻ ചെറുപ്പത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നെ ഇത്രയധികം ആകർഷിച്ചിട്ടുള്ള മറ്റൊരു സ്ഥലമില്ല. ചേട്ടൻ ഇഷ്ടം പോലെ. ആ, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോകാം. വേണ്ട തയ്യാറ് ചെയ്യുള്ളൂ. മീനെ, പോയി റെഡി ആയിക്കോളൂ. വേഗമാട്ടെ. അവിടെയാണ് മരണപ്പാറ. വല്ലാത്ത പേര്. അവിടെ നിന്നും കടൽ കാണാൻ എന്ത് മനോഹരമാണെന്ന്. രാജു, എന്താ ചേട്ടാ? മീനെ അവിടെ കൊണ്ടുപോയി കടൽ കാണിക്കും. എനിക്ക് പേടിയാവുന്നു. അതിനല്ലേ രാജുവിനെ കൂടെ അയക്കുന്നേ. യു ഷുഡ് നോട്ട് മിസ് ദി ഫാന്റാസ്റ്റിക് സൈറ്റ്. ഇന്നെന്താണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എനിക്കറിയില്ല. എന്തായാലും ചേട്ടൻ എന്നേക്കും സന്തോഷത്തോടുകൂടി കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ചേട്ടൻ ഭാഗ്യവാൻ തന്നെ. മീന ചേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്കിവിടുന്ന് പോകാം. എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ചുറ്റും മരണം പതിയിരിക്കുന്നത് പോലെ തോന്നുന്നു. സ്ത്രീകൾ എന്നാലും സ്ത്രീകൾ തന്നെ. വരൂ, നമുക്കിവിടെ നിൽക്കണ്ട. മീനെ, ഇത്രയും മനോഹരമായ സ്ഥലം നീ വേറെ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ കണ്ടത് മതിയായി. മീന വല്ലാതെ ഭയന്നുപോയി. മീനെ ഇവിടെ വിശ്രമിക്കൂ. രാജു, എന്താ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ കാഴ്ച ഞാനും ഒന്ന് കണ്ടോട്ടെ. സൂക്ഷിക്കണേ. ആ അറ്റം വരെ കൊണ്ടുപോകും. ചേട്ടാ, ഇവിടെ ഇരുന്നും കടൽ കാണാമല്ലോ. എനിക്ക് കാലുകളെ ഇല്ലാതുള്ളൂ. ചേട്ടൻ എന്ത് പറ്റി? ചേട്ടനോ?
എന്നെ അങ്ങനെ വിളിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? വഞ്ചകൻ! ചേട്ടാ, നീ എന്നെ വഞ്ചിച്ചവനാണ്, എന്റെ ജീവിതം നശിപ്പിച്ചവനാണ്. നിന്നെ നീ മരിച്ചില്ല അല്ലേ? ഞാൻ മരിക്കുന്നു ചേട്ടാ. എനിക്ക് ജീവൻ തന്ന ആളിനാണല്ലോ അതെടുത്തു കളയാനുമുള്ള അവകാശം. ചേട്ടൻ എന്നെ വഞ്ചകനെന്ന് വിളിച്ചു. അതിലും ഭേദം എന്നെ കൊല്ലുന്നതാണ്. എന്റെ ഭാര്യയാകാൻ പോകുന്നതുമായി രഹസ്യവേഴ്ചയുള്ള നിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഞാൻ എന്ത് വിളിക്കണം? ചേട്ടാ, കള്ളം. അത് പച്ച കള്ളമാണ്. രാത്രി മീന് നിന്റെ മുറിയിൽ വരാറുണ്ടായിരുന്നു, അതും കള്ളമാണോ? അന്നൊരു ദിവസം എന്റെ മുറിയിൽ വന്നിരുന്നു. എന്തിന്? അതേപ്പറ്റി സംശയിക്കണ്ട. ഞാൻ ഒരിക്കലും ചേട്ടനെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. ചേട്ടനും മീനയും തമ്മിൽ വിവാഹിതരാകാൻ വേണ്ടി ഒരു സത്യം ഞാൻ മൂടി വെച്ചു. എന്ത് സത്യം? ആയിരുന്നു ചേട്ടന്റെ മീന എന്ന സത്യം. ചേട്ടൻ എന്നെ കൊന്നുകൊള്ളൂ. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ മരിക്കുന്നതിന് മുൻപ് ഒരു സത്യമെങ്കിലും ചേട്ടൻ മനസ്സിലാക്കണം. മീന പരിശുദ്ധയാണ്. എല്ലാം തുറന്നു പറയാൻ മീന ഒരുങ്ങിയതാണ്. ഞാനാണ് വിലക്കിയത്. ചേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് സത്യം ചേട്ടനെ അറിയിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും നേടാനുമില്ലായിരുന്നു. ഇനിയും എന്നെ ചൊല്ലി ചേട്ടന് മനസ്താപം ഉണ്ടാകരുത്. ചേട്ടന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് മോക്ഷം തരൂ. നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കൂ. രാജു, എനിക്ക് മാപ്പ് തരും. ഞാനൊരു മൃഗമാണ്, എനിക്ക് കഴിയില്ല. എനിക്ക് മാപ്പ് തരും. അങ്ങനെ പറയരുത്. ചേട്ടനാണ് യഥാർത്ഥ മനുഷ്യൻ. ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? ചേട്ടാ, എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. രാജു പോയി കുറച്ച് കാപ്പി കൊണ്ടുവരൂ. ഓ, ഞാനാണ് തെറ്റുകാരൻ. ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് നീ മീനെ വിവാഹം കഴിക്കണം.